ഇതിൽ ആദ്യത്തെ 2 കാര്യങ്ങളും എനിക്ക് ആവശ്യമില്ല. ആവശ്യത്തിലധികമുണ്ട്. പ്രശസ്തിയായാലും 4 പേർ അറിയുന്ന നിലയിലായാലും ദൈവം എനിക്ക് ചെല്ലൂര് തൊട്ടറിയാം. അത്രേ ഉള്ളൂ. പണം ആവശ്യത്തിലധികം ഒന്നുമില്ലെന്നുണ്ടെങ്കിലും ജീവിക്കാനുള്ളതുണ്ട്, മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത്, ഉണ്ടാക്കാനുള്ള ശേഷിയുമുണ്ട്. അത്യാവശ്യം മാന്യമായ ഒരു ജീവിതം ജീവിക്കാനുള്ള ശേഷിയുണ്ട്. ഭയമില്ല. ഇനിയിപ്പം സിനിമയുമായി ബന്ധപ്പെട്ടൊക്കെ മേഖലകളിലാണ് ബന്ധം ഉണ്ടായതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെന്നുള്ളത് എനിക്ക് പുൾ ഓഫ് ചെയ്യാനും പറ്റും. തീർച്ചയായിട്ടും. എല്ലാ വർഷവും 4 പേര് ശ്രദ്ധിക്കപ്പെടുന്ന പരിപാടികൾ എനിക്കിങ്ങനെ കണ്ടിന്യൂസ് ഉണ്ട്. കാര്യം സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് എല്ലാ വർഷവും നടക്കും, KCL പോലത്തെ ലീഗ് എല്ലാ വർഷവും നടക്കും, ഈവൻ ബിഗ് ബോസ് എല്ലാ വർഷവും ഉണ്ട്. എല്ലാ വർഷത്തെ ബിഗ് ബോസ് വരുമ്പോഴും അതിലൊക്കെ തന്നെ ഞാൻ ചർച്ചയാവാൻ സാധ്യതയുണ്ട്. അപ്പം എല്ലാ വർഷവും ചർച്ചയാവാനുള്ള എൻ്റെ പിന്നെ ഞാൻ പൊതുവിഷയങ്ങൾ ഇടപെടുന്ന ആളായതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ നിൽക്കാൻ എനിക്കൊരു പ്രയാസമില്ല. 3ാമത്തെ സാധനമാണ് അധികാരം. അധികാരം കിട്ടിയിട്ട് എനിക്കൊരു ഈ 2 സാധനം ഉണ്ടാക്കാനല്ല. അധികാരം എന്തിനാ? ജനത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ഉച്ചത്തിൽ കൂടുതൽ പവർഫുള്ളായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സ്പേസിന് വേണ്ടി മാത്രമാണ് ഞാൻ രാഷ്ട്രീയം തിരഞ്ഞെടുത്തത്. എല്ലാ കാലത്തും എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരാളെ മാറണം എന്നുള്ളതാണ്. ഓരോ മണ്ഡലത്തിലും അവർക്കിഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികൾക്കും അവർക്കിഷ്ടപ്പെട്ട രാഷ്ട്രീയ ആശയത്തിനും നേരെ വലിയ രീതിയിലൊരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നു. കാശ് വാങ്ങിയുള്ള ക്യാമ്പയിൻ, സോഷ്യൽ മീഡിയയിൽ പൈസ കൊടുത്തുള്ള ക്യാമ്പയിൻ, ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന സന്തോഷം.